അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും. അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ മടിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൊടുക്കത്തില്ല. അസുഖം നമുക്ക് ഭയങ്കര പേടിയാണ്. ആലുവയിൽ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ സ്വന്തം പൈതലിനെ പുഴയിലെറിഞ്ഞ് ഇല്ലാതാക്കിയ ആ ഒരു വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. ഞാൻ ഓൾറെഡി ഇന്ന് രാവിലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ തോന്നിയ കുറച്ച് സംശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റുകളും കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് കുറച്ച് സംശയങ്ങൾ വരുന്നു. ആ ഒരു സംശയങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്കും ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കണക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും പോലീസുകാരോട് ഈ ഒരു സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോൾ അവർ റിമാൻഡിലാണ്. അവർ പോലീസുകാരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് എന്തിനാണ് അവർ ഈ ക്രൂരത കാണിച്ചത് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോഴും എവിടേക്കോ എന്തൊക്കെയോ സംശയങ്ങൾ മുറുകുന്നു. എന്താണെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോഴും പൂർണ്ണമായി പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഭർത്താവ് സുഭാഷിന്റെ വീട്, അത് ആൺമക്കൾ കൂടുതലുള്ള ഒരു വീടാണ്. അവിടെയാണ് കല്യാണി ഒരു പെൺകുഞ്ഞായി ജനിക്കുന്നതും പിന്നീട് ആ വീട്ടുകാരുടെ ഒക്കെ സ്നേഹം ഏറ്റുവാങ്ങി വളരുന്നതും. പക്ഷേ ഈ സ്നേഹം സ്വന്തം അമ്മയായ സന്ധ്യയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിനെ മറ്റാരും സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞ സുഭാഷിന്റെ അമ്മയോട് സ്ഥിരമായി വഴക്കിടുന്നത് ഇവരുടെ പതിവായിരുന്നു. അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും. അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് മൊഴിയായി സുഭാഷിന്റെ കുടുംബത്തിന്റെ രേഖപ്പെടുത്തുകയും ചെയ്യും. നേരത്തെ സന്ധ്യ സുഭാഷിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ ഈ സന്ധ്യ സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. പക്ഷേ സുഭാഷ് ഇത് അറിഞ്ഞ് താനോ കുടുംബമോ ആവശ്യപ്പെട്ടിട്ടല്ല ഈ പണം വാങ്ങിയത് എന്നുള്ളത് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഇതും ഒരു വൈരാഗ്യത്തിന്റെ മറ്റൊരു കാരണമായി. എന്തിനാണ് ഈ പണം വാങ്ങിയത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതും വ്യക്തമായിട്ടില്ല. ഏതായാലും വിചിത്രമായ കാര്യങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്ന സന്ധ്യ ഇന്നലെ രാത്രിയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ആ പൈതലിനെ ഇല്ലാതെയാക്കാൻ 2 കാരണങ്ങളാണ് സന്ധ്യയ്ക്കുണ്ടായിരുന്നത്. അതിലെ ഒന്ന്, ആ ഒരു പൈതലിനെ ആ വീട്ടിലുള്ള ഈ ഒരു സുഭാഷ് എന്ന് പറയുന്ന ഈ ഒരു സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടിലുള്ള ആളുകളെല്ലാം ആ ഒരു കുഞ്ഞിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട്, അല്ലെങ്കിൽ അത് സന്ധ്യയ്ക്ക് ഒരുപാട് ഇറിറ്റേഷൻസ് ഉണ്ടാക്കി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ലിറ്ററലി മാനസിക നില തെറ്റിയ ഒരു സ്ത്രീ ആണെങ്കിൽ അവര് മാത്രമേ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും അവൾ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുക? അവൾ ചെന്ന് കയറിയ വീട്ടിൽ അവളുടെ പൈതലിനെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കണം എന്ന് മാത്രമല്ലേ ഏതൊരു സ്ത്രീ ആണെങ്കിലും ആഗ്രഹിക്കുകയുള്ളൂ. അല്ലാതെ അവരുടെ പൈതലിനെ ആ ഒരു വീട്ടിലുള്ള ആളുകൾ സ്നേഹിക്കുന്നത് കണ്ട് കുശുമ്പ് വരുന്ന ഒരു സ്ത്രീ, അവര് ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അവർക്ക് ആ ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ആ ഒരു പൈതലിനെ ഇല്ലാതാക്കാൻ അവർക്ക് തോന്നിയ ആദ്യത്തെ കാരണം അതാണ്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഓൾറെഡി നേരത്തെ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. അതായത് ഈ ഒരു സ്ത്രീ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് 1 ലക്ഷം രൂപ, അത് കൂടാതെ അവരുടെ സ്വർണം, ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ചെലവാക്കി, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്തു എന്നാണ് ആ സ്ത്രീയുടെ വീട്ടുകാര് ആ സ്ത്രീയുടെ അമ്മയോടും ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ആ പൈസ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. ആ പൈസ എവിടെ പോയി? അതൊന്നാമത്തെ ചോദ്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ആ കാര്യങ്ങൾ, ഈ പൈസയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ചെലവാക്കി എന്ന് ഈ ഒരു സ്ത്രീയുടെ, ഈ ഒരു സന്ധ്യയുടെ വീട്ടുകാരൊക്കെ വിശ്വസിച്ചു. പക്ഷെ സന്ധ്യയുടെ ഭർത്താവ് അവരെ അറിയിച്ചു, ഈ സന്ധ്യയുടെ വീട്ടുകാരെ അറിയിച്ചു, ആ പൈസ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ആ പൈസ വേണ്ട എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു. അത് സന്ധ്യയ്ക്ക് വലിയ ഒരു പൊള്ളലായി. അതായത് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞല്ലോ, സത്യങ്ങളെല്ലാം ഭർത്താവ് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യം ആ ഒരു ഭർത്താവിനോടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭർത്താവിനെ സങ്കടപ്പെടുത്തണം. അതിനവർ കണ്ടെത്തിയ വഴി അവരുടെ സ്വന്തം പൈതലിനെ ഇല്ലാതെയാക്കുക. കാരണം ആ വീട്ടുകാർക്ക്, സുഭാഷിനാണെങ്കിലും സുഭാഷിന്റെ വീട്ടുകാർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടം ആ ഒരു പൈതലിനോടായിരുന്നല്ലോ. അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്തുക, അതിനുവേണ്ടിയാണ് ഈ സ്ത്രീ ഇത് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുമോ? സ്വന്തം പൈതലിനെ ആ വീട്ടുകാർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അമ്മയ്ക്ക് ഈഗോ വരുമോ? ഇച്ചിരി ബോധമുള്ള ഒരു സ്ത്രീക്ക്, ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് മുഴുത്ത വട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ കാരണം ആ വട്ടിന്റെ പുറത്ത് അവർ ചെയ്തതാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്നാണ്
അവരുടെ കൂടെ വർഷങ്ങളായി ജീവിക്കുന്ന അവരുടെ ഭർത്താവ് പറയുന്നത്. കൂടാതെ ഇനിയിപ്പോൾ ഈ ഒരു കേസ് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ സന്ധ്യയ്ക്ക് വേണ്ടി വാദിക്കാൻ വരുന്ന വക്കീൽ പറയാൻ പോകുന്ന ഒരു പോയിന്റ് ഇതായിരിക്കും. അതായത് അവർക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ വരെ വെറുതെ വിടണം എന്ന് പറഞ്ഞായിരിക്കും കോടതിയിൽ അപ്പീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അത് വെച്ച് ചിലപ്പോൾ ഈ സന്ധ്യ ഇറങ്ങി പോരാനും ഉള്ള സാധ്യതയുണ്ട്. കാരണം എങ്ങനെ വേണമെങ്കിലും ഇവിടെ കേസുകൾ വളച്ച് തിരിച്ച് ഒടിക്കാലോ, അത് നമ്മൾ കുറേ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ ആ വക്കീൽ അങ്ങനെ അതുമായിട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സന്ധ്യയുടെ അമ്മ അല്ലി എന്ന് പറയുന്ന സ്ത്രീ, അവര് ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞു ആ ഒരു സ്ത്രീക്ക് സന്ധ്യയ്ക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്. പിന്നെ അവർ പറയുന്നു ഒരു കുഴപ്പമില്ല, പിള്ളേരെ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിൽ തന്നെ വ്യക്തമായി കാണിച്ചൊരു കാര്യമാണ്, കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. സന്ധ്യയുടെ ഭർത്താവ് പറയുന്നുണ്ട് ഈ ഒരു അമ്മ, സന്ധ്യയുടെ അമ്മ അവരുടെ വീട്ടിൽ, ഈ ഒരു സുഭാഷ് എന്ന് പറയുന്ന സന്ധ്യയുടെ ഭർത്താവിന്റെ വീട്ടിൽ വന്ന് സുഭാഷിനോടും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോടൊക്കെയോ അവർ തന്നെയാണ് പറഞ്ഞത് ഈ കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്ന് ഇവരിതിന് മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇപ്പോൾ അവരിത് മാറ്റി പറയുന്നുണ്ട്. അവർ ഓരോ സമയത്തും ഈ ഒരു സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടി കളിക്കുന്നുണ്ട്. അവരെ ഒന്ന് പിടിച്ച് പിഴിയണം, അവർക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൈയുണ്ടോ എന്നുള്ളൊരു കാര്യവും കൂടെ അന്വേഷിക്കണം. അതേപോലെ തന്നെ ഈ സ്വർണവും പണമൊക്കെ ഈ സ്ത്രീ എന്ത് ചെയ്തു? ഇവരെന്താ പൊറോട്ടയും ബീഫും മേടിച്ച് കഴിച്ചോ ഇത്രയും പൈസക്ക്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇനി ആ പൈസയും സ്വർണമൊക്കെ ഇവർ വേറെ മൂന്നാമതൊരാൾക്ക് കൊടുത്തോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ആ പൈസ അത് എവിടെ പോയി? അതാണ് ചോദ്യം. ഈ ഒരു സുഭാഷ് എന്ന് പറയുന്ന സന്ധ്യയുടെ ഭർത്താവ് തന്നെ പറയുന്നുണ്ട് ആ പൈസയൊക്കെ എവിടെ പോയെന്ന് അറിയത്തില്ല. എവിടെയാ പൈസ? അതും കൂടെ ഒന്ന് തിരക്കണം. ഇതിനകത്ത് വേറൊരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അത് തിരക്കിയേ പറ്റൂ. അത് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്തായാലും വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നേരത്തെ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ഞാൻ തന്നെ അവരോട് ചോദിച്ചേക്കണം. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു 1.5 മാസം മുമ്പ് എൻ്റെ അടുത്ത് വീണ്ടും കൊണ്ടുപോയാക്കിയത്. 1 മാസം അവളെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ലിറ്റിൽ ഫ്ലവർ ആഴ്ചയിൽ പോയി അവിടെ ഇത് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ ചേച്ചി അമ്മയും കൂടെയാണ് എൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്താൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് അച്ഛനൊക്കെ വിളിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് കൊച്ചുങ്ങൾ കാണാണ്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അതിന് ചേട്ടൻ നല്ലൊരു കുഴപ്പമുണ്ടായിട്ടില്ല, എനിക്കൊന്നൊരു കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്കൊന്നും രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇവിടെ പോകുമ്പോൾ അവിടെ ഇരുന്നു. കുട്ടീനെ 2 പേരും ഉപദ്രവിക്കാറുണ്ട്. അത് സംഗതി വേറൊന്നുമല്ല. ഇദ്ദേഹം ഈ പറയുന്നത്, ഈ സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീക്ക്, സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്നൊക്കെ ഈ ഒരു സുഭാഷ് ആ ഒരു സ്ത്രീയുടെ വീട്ടുകാരോട് ചോദിച്ചതാണ്. ഒരു കുഴപ്പമില്ലെന്ന് ആ വീട്ടുകാർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീ സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം ആ ഒരു പൈതലിനെ ആ ഒരു വീട്ടുകാരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ഈഗോ മൂത്ത് അതിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോട് വൈരാഗ്യം തീർക്കാനായിട്ട് സ്വന്തം പൈതലിനെ ഇല്ലാതെയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇവര് സ്ത്രീ തന്നെയാണോ? ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്കൊരു സംശയം. ഇനി ഇവർക്ക്, ഞാൻ പച്ചയ്ക്ക് തന്നെ പറയുകയാണ്, ഇവർക്ക് ഇനി വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന് പോകാൻ വേണ്ടിയാണോ ഈ സ്ത്രീ ഈ പരിപാടി ചെയ്തത്? എൻ്റെ മനസ്സിൽ ആദ്യമേ വരുന്നൊരു സംശയം അത് തന്നെയാണ്. ഇല്ലെങ്കിൽ എന്തിന്? അവർക്ക് പോകണമെങ്കിൽ അവർക്ക് പോകാം. ഞാൻ അവർ പോകുന്നതിനകത്ത് ഒരു തെറ്റും പറയുന്നില്ല. അവർ പോട്ടെ, ആരുടെ കൂടെയാന്ന് വെച്ചാൽ പോട്ടെ. പക്ഷെ എന്തിനാ പൈതലിനെ? അത്ര ഞാൻ ചോദിക്കുന്നുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഞാൻ ഈ ചോദിച്ച ചോദ്യം മനസ്സിൽ വന്നു കാണും, ഇല്ലെങ്കിൽ ഒരു സംശയം വന്നു കാണും. ഇവർക്ക് വേറെ എന്തെങ്കിലും, ഇല്ലെങ്കിൽ ആ പൈസയൊക്കെ എവിടെ? അതും കൂടെ പോലീസുകാരൊന്ന് തെളിയിക്കണം. ബാക്കിയും കൂടെ ഒന്ന് കേൾക്കൂ. പിള്ളേരോട് മൊത്തത്തിൽ താല്പര്യക്കുറവായിരുന്നു. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ മടിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ കൊടുക്കത്തില്ല. അസുഖം അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരൊന്നും പറഞ്ഞാൽ അവൾ കിടത്തൂല. പിന്നെ എൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഈ സന്ധ്യയുടെ അമ്മ അല്ലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സന്ധ്യയ്ക്ക് ബുദ്ധിവൈകല്യമുണ്ട്, അങ്ങനെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന സംശയമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സുഭാഷ്, ഇവരുടെ ഭർത്താവ് സുഭാഷ് വ്യക്തമാക്കുന്നുണ്ട് അത്തരം മാനസിക പ്രശ്നങ്ങളുള്ള വ്യക്തിയല്ല. പക്ഷേ കുഞ്ഞുങ്ങളെ പതിവായി ഉപദ്രവിച്ചിരുന്നു, പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ നൽകിയിരുന്നുവെന്ന്. പക്ഷേ എന്താണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സുഭാഷിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എന്താണ് സുഭാഷ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്? സുഭാഷിന് പ്രത്യേകിച്ച് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ഇവർ കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ പൈസ, ആ സ്വർണം, അതൊക്കെ എവിടെ? അദ്ദേഹം പറയുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല, ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ പോട്ടെ. അയാൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അത് വേറൊന്നുമല്ല, ആ പൈതങ്ങൾ 2 ഉണ്ട്, കുഞ്ഞ് ഐറ്റങ്ങൾ വീട്ടില്. ആ 2 പേർക്ക് ഞാനൊരു പരിധിയിൽ കൂടുതൽ അതൊന്നും ഇടങ്ങോട്ടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തതാണ്. നമുക്കൊരു പരിധിയിൽ കൂടുതൽ എൻ്റെ വായിൽ നിന്ന് ആ വാക്കുകളൊന്നും പറയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. അപ്പോൾ 2 പേരുണ്ട് വീട്ടില്. ആ 2 പേരിൽ ഒരാളാണ് ഇപ്പോൾ പോയത്, അല്ലെങ്കിൽ ഇല്ലാതെയാക്കിയത് ഈ ഒരു സ്ത്രീ.
അപ്പം ഈ 2 പേർക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും അവരുടെ കൂടെ കിടക്കാൻ ആ ഒരു സ്ത്രീ വിസമ്മതിച്ചിരുന്നു. ഒന്ന് ആലോചിക്കണം നിങ്ങൾ, അവർക്ക് അസുഖം വരുമെന്ന് പറഞ്ഞ്. പക്ഷെ ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു എൻ്റെ വായിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോവുകയാണ്, ക്ഷമിക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പണിയൊന്നും കിട്ടാതിരിക്കാൻ നിങ്ങളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കും, അവരുടെ തുണി നനയ്ക്കും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അസുഖം വന്നാൽ അവരുടെ കൂടെ കിടക്കാൻ വരെ പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കറിയില്ല കേട്ടോ, നമ്മളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒരു അമ്മയെ. ഏതെങ്കിലും ഒരു അമ്മ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ അവർക്ക് കിളി പോയതായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അത്രയും വെറുപ്പ് വന്ന് അവർക്ക് ഈ ഒരു ജീവിതം എനിക്കിത് വേണ്ട, എനിക്കിതിനെക്കാട്ടിലും നല്ലൊരു ജീവിതമുണ്ട് എന്നൊരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേക്കും, ചിലപ്പോൾ പറ്റിയേക്കും. ഇല്ലേ, നിങ്ങൾ പറ. അല്ലാതൊരു നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറ്റുമോ? ഇതിന്റെ ഒരു പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടുന്നത്. ഇതിപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഇങ്ങനൊരു കേസ് കേട്ടത്. ഇവരിങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ ഒരു സുഭാഷ് ഈ ഒരു കാര്യം പറഞ്ഞത് ഞാൻ കേട്ടത്. കൂടെ കിടക്കാൻ വരെ ആ ഒരു സ്ത്രീക്ക് പേടി. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ അമ്മ, അവരെ അല്ലി എന്ന് പറയുന്ന ആ സ്ത്രീ, അവരെയും കൂടെ ഒന്ന് പിടിച്ച് കുടയണം. അവർ ഓരോ സമയത്ത് ഓരോ വർത്തമാനമാണ് അവർ പറയുന്നത്. ഓക്കെ, അത് നേരത്തെ പ്രൂവൻഡാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സുഭാഷ് പറയുന്നുണ്ട്, ആ സ്ത്രീ തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. അവരുടെ മകൾ സന്ധ്യ ഇതിനു മുമ്പും ആ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്. അവരിവിടെ വന്ന് പറഞ്ഞപ്പോൾ കേട്ട ആളുകളുണ്ട്. പക്ഷെ ആ ഒരു സ്ത്രീ മാധ്യമങ്ങളോട് പറയുന്നത് ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന കണക്ക് ആദ്യമേ പറയുന്നു തലയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നു, പിന്നെ പറയുന്നു ഇല്ല എന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറ്റി ചവിട്ടുന്ന സ്ത്രീയുടെ ഉദ്ദേശം എന്താണ്? അതും കൂടെ ഒന്ന് പോലീസ് കണ്ടെത്തിയാൽ വലിയ ഒരു ഉപകാരമായിരിക്കും. അതോടൊപ്പം തന്നെ ആ പൈസയും സ്വർണ്ണമൊക്കെ എവിടെ പോയി? മൂന്നാമത് വേറൊരുത്തൻ ഇവിടെ എവിടെയെങ്കിലും വന്ന് പോകുന്നുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.